ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവശാഖാംവിദം ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानो सुदे देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत्. അപ്പോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 11-ാമത്തെ അധ്യായം 49-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. മാതേ വ്യഥാ മാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമിദൃന്മമേദം വ്യപേതഭീപ്രീതം അനഃപുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. മാതേ വ്യഥാ മാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമിദൃന്മമേദം വ്യപേതഭീപ്രീതമനഃപുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. Okay, Babita Mataji. हरे कृष्ण प्रभु। माते व्यथा मा च विमुक्तभावो दृष्ट्वा रूपं घोरम् इदं ममेदं व्यपेतभिः प्रीतमनः पुनस्त्वं तत् एव मे रूपम् इदं प्रपश्य. Okay, Prabhu and Mataji. मादे व्यथा मा च विमूढभावो दृष्ट्वा रूपं घोरमिदं व्यापेदपि प्रीतमनः पुनस्त्वं तदेव मे रूपमिदं प्रपश्य. हरे कृष्ण प्रभु। माते व्यथा च विमूढभावो दृष्ट्वा रूपं घोरम् इदं ममेदं व्यापेतभिप्रीतमनः पुनस्त्वं तद्देव मे रूपम् इदं प्रपश्य. You have been perturbed and bewildered by seeing this horrible feature of mine. Now let it be finished, my devotee. Be free again from all disturbances. With a peaceful mind, you can now see the form you desire. In Malayalam, വിവർത്തനം വായിക്കും മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. എന്റെ ഈ ബീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അതിതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്ത മനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ അർജുനോട് പറയുന്നത്, യു ഹാവ് ബീൻ പെർടർബ്ഡ് ആൻഡ് bewildered by seeing this horrible feature of me. ആരും പേടിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ളൊരു ഫോമാണ് ഭഗവാൻ തന്നെ സ്വയം പറയുന്നു. ഹൊറിബിൾ ഫീച്ചർ ഓഫ് മൈ. അത് കഴിഞ്ഞു. ലെറ്റ് ഇറ്റ് ബി ഫിനിഷ്ഡ്. മൈ ഡിവോട്ടി, ബി ഫ്രീ അഗെയിൻ ഫ്രം ഓൾ ഡിസ്റ്റർബൻസസ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഫ്രീ ആവാൻ ആ രൂപം ഞാൻ മാറ്റാൻ പോവാണ്. With a peaceful mind, you can now see the form you desire. എന്താണോ അർജുനൻ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിലേക്ക് ഞാൻ വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ജർമ്മൻ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്പിരിച്വാലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, ആരാണ് ഭഗവാൻ? ഹു ഈസ് ഗോഡ്? ഭഗവാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ്? ഈസ്റ്റേൺ ഫിലോസഫിയെ പറ്റിയിട്ട് നല്ല ഒരു
കുറച്ച് വിവരം കുറച്ച് അറിയാനുള്ള ആഗ്രഹമുള്ള ആൾ. അപ്പൊ അദ്ദേഹം വന്നു തിരിച്ച് എയർപോർട്ടിൽ പോണ സമയത്ത്, തിരിച്ച് ജർമ്മനിലേക്ക് പോകുന്ന സമയത്ത് റിപ്പോർട്ടേഴ്സ് ചോദിച്ചു എന്തിനാണ് വന്നത്, കാരണം തിരക്കിയപ്പോൾ ഇന്ന കാര്യത്തിനാണ് വന്നത്, ഇപ്പൊ ദൈവമുണ്ടോ, ആരാണ് ദൈവം? അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ എല്ലാ നുക്ക് ആൻഡ് കോർണറിലും പോയി, എല്ലാ ടെമ്പിളിലും പോയി, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങള്, ക്ഷേത്രങ്ങൾ കണ്ടു. അതില് ഒരുപാട് ദൈവങ്ങളുണ്ട്. വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, ദേവിയുണ്ട്, പിന്നെ ഗണപതി ഉണ്ട്, ഹനുമാനുണ്ട്, കാളിമാത ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഘോര ഘോര രൂപങ്ങൾ കണ്ടു. എല്ലാ സ്ഥലത്തും പോയി. അതിനുശേഷം വൃന്ദാവനിൽ പോയി. വൃന്ദാവനത്തിന് ചെന്ന് ഭഗവാൻ രാധാകൃഷ്ണന്റെ ആ വിഗ്രഹം കണ്ടപ്പോൾ ഭഗവാൻ ഓടക്കുള്ളിലും വിളിച്ച് വളരെ ആ ത്രിഭംഗ ലളിത ഫോമില് വളരെ സുന്ദരനായിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട് സ്മൈൽ ചെയ്ത് ചിരിച്ചു നിൽക്കുന്ന രൂപം. ഒരു ടെൻഷനും ഇല്ല. മറ്റവർക്കൊക്കെ ടെൻഷനാണ്. എല്ലാവരും ഓരോ 4 കയ്യ്, 8 കയ്യ്, 16 കയ്യ് ഉള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ ഓരോരുത്തരുടെയും എന്താണ് ഘോരമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട പേടിക്കുള്ളൂ. ഭഗവാൻ എല്ലാവരുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെയുള്ള ഘോര രൂപം ഇഷ്ടപ്പെടുവാർക്കും ഇല്ല. അപ്പൊ ഭഗവാൻ ഉണ്ടെങ്കിൽ അത് കൃഷ്ണനാണ്. കാരണം വളരെ ശാന്തമായി എല്ലാവർക്കും പ്രീതി അനുഭവം കൊടുക്കുന്ന, അതേപോലെ എല്ലാവരെയും ആകർഷിക്കുന്ന ആ രൂപമാണ് എല്ലാവരായിട്ടും ചിരിച്ചു കളിച്ച് അതൊരു തൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഉല്ലസിച്ച് നിൽക്കുന്ന ആ ഭഗവാൻ അദ്ദേഹത്തിന്റെ വെർഷനാണ്. അപ്പോൾ അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഇതാണ് ശരിക്കുള്ള ദൈവം അദ്ദേഹത്തിന് തോന്നി, ആ ജർമ്മൻ ടൂറിസ്റ്റിന് തോന്നി. അപ്പൊ ചുരുക്കത്തില് നമ്മളുടെ പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. അതൊക്കെ ആവശ്യമാണ്. അദ്ദേഹത്തിന് അറിയില്ല വ്യത്യസ്തമായിട്ടുള്ള രൂപം എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതിനുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഭഗവാന് ഒരു രൂപം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാധാകൃഷ്ണൻ. അത് ആ പോയിന്റിൽ അദ്ദേഹം മനസ്സിലാക്കി. മറ്റതെല്ലാം ഓരോരുത്തരെ ശിക്ഷിക്കാൻ, അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഓരോ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടും പേടിപ്പിക്കാനൊക്കെ തന്നെ നമ്മള് കുട്ടികളോട് പറയില്ലേ, കുട്ടികളോട് പറഞ്ഞു കേൾക്കില്ലേ, ഇതാ ഗബർ സിംഗ് ആയക അങ്ങനെ പറഞ്ഞ് പേടിക്കാറ്. അല്ലെങ്കിൽ പോലീസ് വരും പറഞ്ഞ് പേടിപ്പിക്കാറില്ലേ? അതേപോലെയാണ് ചുരുക്കത്തിൽ. അങ്ങനെ ഘോരമായിട്ടുള്ള രൂപമുണ്ട്. ഇത് ഇങ്ങനെ കാണിച്ചാലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ ശരിക്കുള്ള വഴിയിൽ കൂടെ വരട്ടെ എന്നുള്ള ഒരു കാരണമാണ്, പേടിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും വേണ്ട. ഭക്തന്മാർക്ക് ഭഗവാന്റെ ആ സ്വരൂപം തന്നെ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പക്ഷെ ഇവിടെ ആ വിരാട് രൂപത്തിൽ നിന്ന് 4 ഹാൻഡഡ് ഫോമിലേക്കാണ് വന്നത്. ഈവൻ ദേവകി മാത പ്രസവിച്ച സമയത്ത് ഭഗവാൻ എന്താണ് 4 ഹാൻഡഡ് ഫോം, ചതുർഭുജ ഫോമിലാണ് വന്നത്. പിന്നീട് അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് 2 ഹാൻഡഡ് ഫോംസിൽ വന്നത്. എന്തുകൊണ്ടാണ് ആ 4 ഹാൻഡഡ് ഫോമിൽ വന്നാലാണ് ഹീസ് ദ ഒറിജിനൽ നാരായണ, ഒറിജിനൽ വിഷ്ണു എന്നറിയാൻ പറ്റും വിരാട് രൂപം കാണിച്ചാലും. പിന്നെ അതിന്നാണ് കൃഷ്ണൻ വരുന്നത്. അപ്പോ പല ആൾക്കാരും തെറ്റിദ്ധരിക്കും, അപ്പൊ ഒറിജിനൽ ഫോം നാരായണനാണ്. കൃഷ്ണൻ അത് അർജുനന്റെ ഫ്രണ്ടായിട്ട് അങ്ങനെ 2 ഹാൻഡഡ് ഫോം. പക്ഷെ അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണ വരാൻ കാരണം ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്നുള്ള രീതിയിൽ വിഷ്ണുവാണ് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ ഇവിടെ ലീലകൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൃഷ്ണൻ അവതരിക്കുന്നു. അതായത് വിഷ്ണു 4 ഹാൻഡഡ് ഫോമിൽ ലീല കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വിഷ്ണു കൃഷ്ണനായിട്ട് അവതരിക്കുന്നു എന്നല്ല ആ ലീല. അപ്പൊ എല്ലാവരും 4 കൈ വെച്ചിട്ട് ഭഗവാൻ ഇവിടെ കാണിച്ച എല്ലാവരും 2 കൈയുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ലീലകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ 2 ഹാൻഡഡ് ഫോമായിട്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചു. ശരിക്ക് ഭഗവാൻ ആരാണ്? നാരായണനാണെങ്കിൽ വിഷ്ണുവാണ്. ആ വിഷ്ണു 2 ഹാൻഡഡ് ഫോമിൽ ഇവിടെ ലീലകൾ കളിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് പൊതുവെ ധാരണ. പക്ഷെ നമ്മുടെ ശാസ്ത്രം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു സ്പെസിഫിക്കലി അതിനെ എടുത്തു കാണിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ആ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗോലോകത്തിനാണ് ശരിക്കുള്ള ഭഗവാൻ. ആ ഭഗവാൻ തന്റെ ഭഗവത്വം കാണിക്കുന്നില്ല എന്ന് മാത്രം. കാരണം വെച്ചാൽ ലീലകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭഗവത്വം മറന്ന് ഭഗവാൻ തന്റെ ഭക്തരുമായിട്ട് വളരെ കാഷ്വലായിട്ട് ഇൻഫോർമലായിട്ട് കളിക്കുന്നു. അതാണ് ഭഗവാൻ ആവശ്യം. ഭഗവാന് ഈ തിക്കും തിരക്കും അല്ലാണ്ട് റെസ്പോൺസിബിലിറ്റിയും അഡ്മിനിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ല. ഭഗവാൻ എല്ലാത്തിൻ്റെയും നാഥനാണെങ്കിലും കൂടിയിട്ട്
അതിനെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രശ്നം വേണ്ട. ആ എല്ലാ എല്ലാ കൊല്ലത്തും ബാലൻസ് ഷീറ്റ് നോക്കിയാൽ പ്രോഫിറ്റ് മാത്രം തന്നാൽ മതി. അല്ലേ? ബിസിനസ് ടൈക്കൂൺസ്, ബിസിനസ് എംപയേഴ്സ് നടത്തുന്ന ആൾക്കാർ എന്താണ്, അവരെല്ലാത്തിനും എത്തില്ല. അവർ ഒരുപാട് രാജ്യങ്ങളിൽ അവർക്ക് കമ്പനികൾ ഉണ്ടായിരിക്കാം, ഫാക്ടറീസ് ഉണ്ടായിരിക്കാം, സാമ്രാജ്യം ഉണ്ടായിരിക്കാം. പക്ഷെ അവർ എല്ലാ സ്ഥലത്തും പോയില്ല. അവര് ഏജൻസിനെ വെച്ചിട്ടുണ്ട്. സമയാസമയത്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടും, എന്താ അവിടെ നടക്കുന്നത്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, ബിസിനസ് ഇംപ്രൂവ് ഉണ്ടോ അതോ നഷ്ടമാണോ, ഇതെല്ലാം അവർക്ക് റിപ്പോർട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അവരവിടെ ഉല്ലസിച്ചിരിക്കുകയായിരിക്കും. ഏതെങ്കിലും ഹവായ് ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ അവരുടെ ഒരു ഐലൻഡ് ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് സുഖിച്ച് ജീവിക്കുകയായിരിക്കും. അതേപോലെ ഭഗവാൻ ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് തന്റെ എക്സ്റ്റേണൽ എനർജിക്കും തന്റെ ഏജൻസിനും. എന്നിട്ട് സമയാസമയത്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നേരെ മറിച്ച് നാരായണൻ അങ്ങനെയല്ല. നാരായണൻ കുറച്ച് എക്സിക്യൂട്ടീവ് ടൈപ്പാണ്. ഓഫീസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാനേജിങ് ഡയറക്ടർ, സിഇഒ. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലേക്കും താഴെറങ്ങി വരും. ഓക്കെ, ഡ്രൈവറായിട്ട് വരണോ, ഐ ആം റെഡി, യെസ് സാബ് ഗാഡി തയ്യാറായി, അതിനോട് പറയും. അപ്പൊ പക്ഷെ വിഷ്ണുവിനെ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഭഗവാനായിട്ട് തന്നെയാണ്, വൈകുണ്ഠത്തില് ഭഗവാനായിട്ടാണ്. പക്ഷെ കൃഷ്ണൻ ഭഗവാനാണെങ്കിൽ കൂടിയിട്ട് ആ വിഷ്ണുവിന്റെ മീതയാണെങ്കിൽ കൂടിയിട്ട് തന്റെ ഭഗവത്വം അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. കാരണം ആ ലീലകളുടെ വ്യത്യസ്തമായിട്ടുള്ള രസങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ രൂപം എടുക്കുന്നു. അതാണ് ആക്ച്വലി ഒറിജിനൽ. അപ്പൊ അതാണ് ആ ജർമ്മൻ ടൂറിസ്റ്റിന് തോന്നിയത്, ഇഫ് അറ്റ് ഓൾ ദർ ഈസ് എ ഗോഡ്, ഈസ് ദ റൈറ്റ് ഫോം ഓഫ് ദ സുപ്രീം ലോർഡ് എന്ന് പറയുന്നു. അപ്പൊ വിത്ത് എ പീസ്ഫുൾ മൈൻഡ് യു ക്യാൻ നൗ സീ ദ ഫോം യു ഡിസൈർ. വളരെ ശാന്തതയോടെ അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഞാൻ ദർശനം തരാം എന്നാണ് പറയുന്നത്. So in the beginning of Bhagavad Gita, Arjuna was worried about killing Bhishma and Drona, his worshipful grandfather and master. But Krishna said that he need not be afraid of killing his grandfather. When the sons of Dhritarashtra tried to disrobe Draupadi in the assembly of the Kurus, Bhishma and Drona were silent, and for such negligence of duty they should be killed. അതായത് വസ്ത്രാക്ഷേപ സമയത്ത് ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരും അവരൊക്കെ അതിനെ ഒപ്പോസ് ചെയ്യണമായിരുന്നു, അതിനെ തടയണമായിരുന്നു. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ, അല്ലെ? ഭീഷ്മ പിതാമഹ, ദ്രോണാചാര്യർ, ധൃതരാഷ്ട്രർ, കൃപാചാര്യർ, ഇവരൊന്നും തടഞ്ഞില്ല. ഇവരെല്ലാം തല താഴ്ത്തിയിരുന്നു. ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ആദർശങ്ങള്, സോ കോൾഡ് ആദർശങ്ങൾ പറഞ്ഞ് മിണ്ടാതിരുന്നു. അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ലൈഫ് ഒരു ടെലികാസ്റ്റ് കാണിച്ചു കൊടുത്തല്ലോ, അവരെല്ലാം ഭഗവാന്റെ വായിൽ കൂടെ പോവാണ്. അവരുടെ അന്ത്യം കുറിച്ചിരിക്കുന്നു. ഫോർ സച്ച് നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി ദേ ഷുഡ് ബി കിൽഡ്. അങ്ങനെ തന്റെ ആ കർത്തവ്യം നിറവേറ്റാൻ അവര് ചെയ്തില്ല, സന്നദ്ധരായിട്ടില്ല. അതുകൊണ്ട് ദേ ഷുഡ് ബി കിൽഡ്, ദേ ഷുഡ് ബി പണിഷ്ഡ്. വസ്ത്രാക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വരാണ്. ഒരു 7-8 കൊല്ലം മുമ്പ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, സൗദിയിലത്തെ ഒരു രാജകുമാരൻ, വളരെ റിച്ചാണ്, ഷെയ്ഖ്മാർ അറിയാലോ, പ്രിൻസ് പറഞ്ഞാൽ അവർക്ക്. പക്ഷെ അയാളുടെ ഒരു വീക്ക് പോയിന്റ് ഗാംബ്ലിംഗ്, ചൂതുകളി. അവരവിടെ പോയിട്ട് ഈജിപ്തിലെ മൊറോക്കോ അവിടെ ഇവിടെയും പോയിട്ട് ഗാംബ്ലിംഗ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഗാമ്പിൾ ചെയ്ത് കാസിനോലും അവിടെ ഇവിടെ പോയി ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും പോയി. ഒന്നുമില്ല, പാപ്പറായി, ഇനി ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? 5 ഭാര്യമാരുണ്ട് ചാക്കിൻ്റെ ഉള്ളില്. 5 ഭാര്യമാര് എങ്ങനെ ദ്രൗപദിക്ക് സംഭവിച്ചു, അതേപോലെ 5 ഭാര്യമാരെയും അദ്ദേഹം ഗാമ്പിൾ ചെയ്ത് വെച്ചു, പണയം വെച്ചു, ഒന്നുമില്ലാണ്ട്. ഓർമ്മയുണ്ടോ? ഇത് പേപ്പറിൽ വന്നിട്ടായിരുന്നു 7 കൊല്ലം മുമ്പേ, ഓർമ്മയില്ല? മൊറോക്കോയിൽ നടന്ന സംഭവമാണ്. അപ്പോ ഹിസ്റ്ററി റിപ്പീറ്റ്സ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് നമ്മൾ കേട്ടിട്ടില്ലേ? മഹാഭാരതം നടന്നത് അതേപോലെ. അപ്പൊ ഗാംബ്ലിംഗ് എന്നുള്ള ആ ഒരു ഇത് അത് എത്രത്തോളം മനുഷ്യനെ നശിപ്പിക്കുന്നു നമുക്ക് മനസ്സിലായോ?
വളരെ ഇതായിട്ട് വന്നാണ് ഒരു 8 പേര്. അതാണ് ഗാംബ്ലിങ്ങിന്റെ ആ ഒരു ദുരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തലയിൽ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, എന്താണ് ചെയ്യുന്നതെന്നും അറിയില്ല. എക്സാക്ട്ലി മഹാഭാരതത്തില് യുധിഷ്ഠിരൻ എന്താ ചെയ്തത് അതന്നെ ഇവിടെയും ചെയ്തു. അവിടെ പഞ്ചപാണ്ഡവന്മാര് തന്റെ ഒരു ഭാര്യ വെച്ചു, ഇവിടെ ഒരു ഷെയ്ക്ക് 5 ഭാര്യമാരെ വെച്ചു. ഓക്കെ, സോ അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. For such negligence of duty, they should be killed. Krishna showed his universal form to Arjuna just to show him that these people were already killed for their unlawful action. നിയമവിരുദ്ധമായിട്ടുള്ള ആ കാര്യം ചെയ്തപ്പോ അവരുടെ അന്ത്യം അവിടെ കുറിച്ചു വെച്ചു ഭഗവാൻ. നൗ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? അർജുന കൊടുക്കണം. അതാണ് ഭഗവാൻ ആൾറെഡി അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. അർജുനൻ വിസമ്മതിച്ചാൽ കാര്യം നടക്കും, ആ നടക്കേണ്ട സമയത്ത് നടക്കും, വേറെ വല്ലവരായിരിക്കും. സോ വൈ നോട്ട് യു ടേക്ക് ദ ക്രെഡിറ്റ് എന്നാണ് ഭഗവാന്റെ നിശ്ചയം അവിടെ. So that scene was shown to Arjuna because devotees are always peaceful and they cannot perform such horrible actions. The purpose of the revelation of the universal form was shown. Now Arjuna wanted to see the four-armed form. അപ്പോൾ വിരാട് രൂപത്തിന്റെ ആ ഉദ്ദേശം കഴിഞ്ഞു. ഇനി അർജുനന് ആ ചതുർഭുജമായിട്ടുള്ള വിഷ്ണു അല്ലെങ്കിൽ നാരായണന്റെ ഫോം കാണണം. And Krishna showed him. A devotee is not much interested in the universal form, for it does not enable one to reciprocate loving feelings. അതായത് നമുക്ക് ശരിക്കും ഭഗവാന്റെ രൂപം വിരാട് രൂപമാണെങ്കിൽ നമുക്ക് ഭഗവാനെ സേവ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? നമുക്കൊരു വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ, വസ്ത്രം തുന്നിക്കണമെന്നുണ്ടെങ്കിൽ പറ്റുമോ? ഈ ലോകത്തിലെ എല്ലാ ടെക്സ്റ്റൈൽ മില്ലിലത്തെയും തുണി എടുത്ത് കൊടുത്താലും ഭഗവാന് വസ്ത്രം തുന്നിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സേവ ചെയ്യാൻ പറ്റില്ല ഭഗവാന്. അപ്പൊ അതുകൊണ്ട് അതാണ് പറയുന്നത്, ഡിവോട്ടി ഈസ് നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദ യൂണിവേഴ്സൽ ഫോം. കാരണം devotee is not much interested in universal, for it does not enable one to reciprocate loving feelings. നമുക്ക് ഒരു ആദാൻ പ്രദാൻ റെസിപ്രോക്കൽ ഡീലിങ്സ് നടക്കില്ല. ഇത്രയും വലിയ ആ ഒരു വിരാട് രൂപത്തിന് നമ്മൾ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യാം? അത് പറ്റില്ല. സോ either a devotee wants to offer his respectful worshipful feelings, or he wants to see the two-handed Krishna form so that he can reciprocate in loving service the supreme personality of Godhead. നമ്മുടേതായിട്ടുള്ള ആ ഒരു ഏകദേശം സമഭാവന, അങ്ങനത്തെ ആൾക്കാരായിട്ട് ലവിങ് റെസിപ്രിക്കേഷൻ നടക്കുള്ളൂ. വലിയ നമ്മളിപ്പോ മാക്സിമം ഒരു 6 അടി, ഒരു 100 അടിയുള്ള ഒരാൾ വന്നാൽ വി കനോട്ട് ഡീൽ വിത്ത് ദാറ്റ് പേഴ്സൺ. ഉണ്ടോ? പറ്റുമോ? പറ്റില്ല. ഇപ്പൊ 100 അടിയുള്ള ആളെവിടെ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപം ഇവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, he can reciprocate in loving service with the supreme personality of Godhead and in two-handed form. That is the best. മറ്റതും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഐശ്വര്യഭാവത്തിലേ കാണാൻ പറ്റൂ നാരായണന്റെ ഫോം കൂടിയിട്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് we can serve him, but very peacefully, very lovingly നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഫോം two-handed ഫോം ആണ്. മറ്റത് വിത്ത് ഓ ആൻഡ് റെഫറൻസ് ആണ്. തീർച്ചയായിട്ടും ഭഗവാനാണ്. ആ ഐശ്വര്യഭാവത്തിന് നമ്മൾ കാണണം. നമ്മൾ ഈവൻ പ്രഭാത പറയുന്നുണ്ട്, നമ്മുടെ വീട്ടില് രാധാകൃഷ്ണ ഡെയ്റ്റീസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മള് ലക്ഷ്മി നാരായണന്റെ ആ രൂപത്തിലായിരിക്കും എപ്പോഴും, ആ ഐശ്വര്യഭാവത്തിലായിരിക്കും നമ്മൾ വേർഷിപ്പ് ചെയ്യേണ്ടത്, നോട്ട് ആസ് രാധാകൃഷ്ണ. കാരണം ടു വേർഷിപ്പ് ആസ് രാധാകൃഷ്ണ വൺ ഷുഡ് ബി സോ ഹൈ. രാഗാനുഗ ഭക്തിയിലേക്ക് എത്തണം. രാഗാനുഗ ഭക്തിയിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് രാധാകൃഷ്ണ ആ ഫോമിനെ നമുക്ക് ആ തരത്തിൽ നമുക്ക് വേർഷിപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈവൺ നമ്മുടെ പ്രാക്ടീസിങ് ഡിവോട്ടീസ്, വൈദ്യ സാധക ഭക്താസ്, നമ്മൾ ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ്? രാധാകൃഷ്ണ ഡേറ്റി ആണെങ്കിലും കൂട്ടിയിട്ട് സർവീസ് ചെയ്യേണ്ടത് ഐശ്വര്യഭാവത്തിലാണ്, ലക്ഷ്മി നാരായണന്റെ മൂഡിലാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പൊ നമ്മള് ഗൗഡീയ വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര്. യെസ് പ്രഭു. അല്ല, ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പൊ
രാധാകൃഷ്ണ എന്ന് പറയുമ്പോ ആ ഫ്രീഡം വന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭഗവാൻ വളരെ ആ രൂപം വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ പെരുമാറും. നമ്മൾ ആ ആ, തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. നമ്മൾ സഖ്യഭാവത്തിലോ അല്ലെങ്കിൽ വാത്സല്യഭാവത്തിലോ മാധുര്യഭാവത്തിലോ അല്ല. രാഗനുക ഭക്താസ് അല്ല. നമ്മൾ വൈദ്യ സാധന ഭക്തി ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ. അപ്പൊ ഗൗഡിയ വൈഷ്ണവാസ്, വി ആർ ഓൾ പ്രാക്ടീസിങ് ഗൗഡിയ വൈഷ്ണവിസം. അപ്പോൾ ആ ഗൗഡിയ വൈഷ്ണവാസ് നമ്മള് സാധക ഭക്താസാണ് നമ്മളൊക്കെ, അല്ലെ? പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. വൈദ്യ സാധന ഭക്തിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ വൈദ്യ സാധന ഭക്തി ചെയ്താൽ നമ്മുടെ ഗോലോകത്തിലെത്തില്ല, വൈകുണ്ഠത്തിലെത്തുള്ളൂ. എപ്പോഴെത്തുന്നത് അത് വേറെ കാര്യം. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതാണ് അതിന്റെ റൂള്. വൈദ്യ സാധന ഭക്തി വിൽ ടേക്ക് യു ടു വൈകുണ്ഠ. നമ്മൾ പറയുന്നത് ആസ് ഇഫ് വി ആർ റെഡി ടു ഗോ ടു വൈകുണ്ഠ, ദാറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക്. പക്ഷേ എനിവേ, ടെക്നിക്കലി സ്പീക്കിംഗ് വൈദ്യ സാധന ഭക്തി വിൽ നോട്ട് ടേക്ക് യു ടു Goloka, only to Vaikuntha. But then what's the point of desiring for Goloka if we cannot reach there? നമ്മൾ എപ്പോഴും ഗോലോകം 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 പറയുന്നില്ലേ? പിന്നെന്താണ്? പിന്നെ എങ്ങനെ എത്തും നമ്മൾ ഗോലോകത്തില്? പറയൂ. ചൈതന്യ മഹാപ്രഭുയുടെ സ്പെഷ്യൽ കൃപ അല്ലെങ്കിൽ ശീല പ്രഭുപാദിന്റെ ബാക്ക് ഡോർ എൻട്രി പ്രഭു? യെസ്, 100% ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പെഷ്യൽ കൃപ. Okay, and that kripa flows through Rupa Goswami, Srila Prabhupada. കാരണം നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സിന്റെ ഇതിന് പ്രകാരം പോവുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിൾസ് പ്രകാരം പോവുകയാണെങ്കിൽ എന്താണ്? ചൈതന്യ മഹാപ്രഭു വിൽ കൺവേർട്ട് ദിസ് വൈദ്യ സാധന ഭക്തി ഇൻ ടു രാഗാനുഗ ഭക്തി ആൻഡ് വിൽ അക്സെപ്റ്റ് us into ഗോലോക. പ്രഭു പറഞ്ഞ പോലെ ബാക്ക് ഡോർ എൻട്രി, ആൾദോ വി ആർ നോട്ട് എലിജിബിൾ. അപ്പോൾ അത് പ്രകാരം ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വൈദ്യ സാധന ഭക്തി ചെയ്താലും കൂടിയിട്ട് ആസ് എ സ്പെഷ്യൽ കൺസെഷൻ യു വിൽ കൺവേർട്ട് ദാറ്റ് ഇൻ ടു രാഗാനുഗ ഭക്തി ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ ഗോലോക. അപ്പൊ നമുക്ക് വൈകുണ്ഠത്തിനെ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ഗോലോകത്തിൽ കൊണ്ടുപോകാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പൊ അതുകൊണ്ടാണ് വൈദി സാധന ഭക്തിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വി ആർ നോട്ട് എലിവേറ്റഡ്, വി ഹാവ് ലോട്ട് ഓഫ് അനർത്ഥാസ്, ലോട്ട് ഓഫ് മെറ്റീരിയൽ ഡിസൈർസ്. ഇതെല്ലാം പതുക്കെ പതുക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത്. റെഗുലേറ്റഡ്, നമുക്ക് റെഗുലേഷൻ ആവശ്യമാണ്. യമനിയമങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. യെസ് പ്രഭു. അപ്പൊ പ്രഭുജി നമ്മൾ വൈദ്യസാധന ഭക്തി ചെയ്യുന്നതാണെങ്കിലും അതിനെ അവിടെ പോയി രാഗാനുഗ ഭക്തിയിലോട്ട് ആക്കും. നമ്മളെ അങ്ങനെ ആക്കും, എങ്കിലല്ലേ നമുക്ക് അവിടെ പോയി സേവ് ചെയ്യാൻ ചൈതന്യ പറ്റുള്ളൂ. മഹാപ്രഭുവിന്റെ സ്പെഷ്യൽ മേഴ്സി കാരണം, ബിക്കോസ് വി ആർ ഫോളോയിങ് ഹിസ് പാത്ത്, so he will bless us, he will benedict us, and he will transform us into provided നമ്മൾ ആ മിനിമം ക്രൈറ്റീരിയയിൽ വരുന്നുണ്ടെങ്കിൽ. എന്താണ് മിനിമം ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്നത് പ്രഭുപാദ? Offenseless chanting of 16 rounds of Mahamantra and following 4 regulative principles and leading a simple life. That's it. The rest he will take care. ഇത്രയും നമ്മൾ ചെയ്യണം. ബട്ട് ഇത്രയും ചെയ്യാൻ പറയാൻ വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ഒരുപാട്, നമ്മൾ വെച്ചാൽ നിങ്ങളെ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് ദൂരം നീ സഞ്ചരിക്കാണ്ട് എന്നെ പോലുള്ളവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഗോൾഡൻ ഇറയാണ് ഇപ്പോൾ 10,000 years. സോ ഇതിൽ ഒരുപാട് കൺസെഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കൺസെഷൻ എന്ന് പറഞ്ഞാൽ 80% കൺസെഷനാണ്, 20% നമുക്ക് ചെയ്യണ്ടു. ശരിക്കും 80% ഓഫാണ്. അത്രയും കൺസെഷനാണ് ഈ സമയത്ത്, ഈ പെർട്ടിക്കുലർ ഗോൾഡൻ പീരിയഡിൽ. ആ 20% നമ്മൾ മര്യാദയ്ക്ക് ചെയ്താൽ സംഗതി നടന്നു കിട്ടും. പക്ഷെ ആ 20% നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കലികാല വൈഭവം, ദ ഇൻഫ്ലുവൻസ് ഓഫ് കലി, ഇത്രയും ആ ഒരു ഇൻഫ്ലുവൻസിൽ പെട്ട് കിടക്കുകയാണ്. അതിനെല്ലാം ശുദ്ധീകരിച്ചാൽ നമുക്ക് ആ 20% ചെയ്താലും മതി. Prabhupada will take care of it. Okay. So text 50.
സഞ്ജയ ഉവാച ഇതി അർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയം ആശഭൂയ ആശ്വാസ്യാം ആശ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. സഞ്ജയ ഉവാച ഇതി അർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയൻ ആശഭൂയ ആശ്വാസ്യാം ആശ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. രൂപേശ്വരി മാതാജി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയോവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയാം ആശ്വാസം ആശ ചാഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജയ ഉവാച ഇതി അർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയം ആശ ഭൂയഃ ആശ്വാസ്യാം ആശ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ പ്രഭു. വെരി ഗുഡ് ബബിത മാതാജി. സഞ്ജയ ഉവാച ഇതി അർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാം ആശ ഭൂയഃ ആശ്വാസായം അസച്ഛഭീതം ഇനാം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. എന്റെ വിവർത്തനം വായിക്കും മാതാജി മലയാളത്തിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. സോറി, എന്റെ അടുത്താണോ? അല്ലെ, മലയാളത്തിലല്ലേ? കുഴപ്പമില്ല. ആ. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഹരേ കൃഷ്ണ. Very good. Sanjaya said to Dhritarashtra, the supreme personality of Godhead Krishna, having spoken thus to Arjuna, displayed his real form for armed form, and at last showed his two-armed form, thus encouraging the fearful Arjuna. പേടിച്ചിരിക്കുന്ന അർജുനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 400 ഫോമിലും പിന്നീട് ഫൈനലി 200 ഫോമിലും ഭഗവാൻ ട്രാൻസ്ഫോം ചെയ്തു. ആരോട് പറയുന്നു? സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു. ഇത് കേട്ടപ്പോ തന്നെ ധൃതരാഷ്ട്രന്റെ കാറ്റ് പോയിട്ടുണ്ടോ? അല്ലേ? ധൃതരാഷ്ട്രൻ തന്റെ മക്കൾ ജയിക്കും, ഭീഷ്മ പിതാമഹരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, കർണനുണ്ട്, ദുര്യോധനുണ്ട്, ഇവരൊന്നും തോൽപ്പിക്കാൻ അർജുന്റെ സൈഡിൽ ആരുമില്ല, ഭീമനും അർജുനും മാത്രമേ ഉള്ളൂ എന്നുള്ള ആ മനസ്സാണ്. തന്റെ മക്കൾക്ക് രാജ്യം കിട്ടും എന്നുള്ള മനസ്സോട് കൂടിയിട്ടിരിക്കുന്ന ആ ധൃതരാഷ്ട്രയുടെ ഈ വിരാട് രൂപത്തിന്റെ ആ ഒരു വിശദീകരണം തിരിച്ച് 400 ഫോം തിരിച്ച് 200 ഫോം ആയിട്ടുള്ള ആ ഭഗവാന്റെ വിശദീകരണം കണ്ടപ്പോൾ ധൃതരാഷ്ട്രയുടെ കാറ്റുപോയി. കാരണം തീർച്ചയായിട്ടും ഇത് ഭഗവാൻ കേശവനാണ്, ഭഗവാൻ കൃഷ്ണനാണ്, വിഷ്ണുവാണ് അർജുനന്റെ സാരഥിയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി. അതിനു മുമ്പേ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അന്നും സ്വീകരിക്കാൻ തയ്യാറില്ല. ഇപ്പൊ തീർച്ചയായിട്ടും സഞ്ജയൻ ഇത് കണ്ടത് കൊണ്ട്, അതിന് വിശദീകരണം കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആ മനസ്സിലൊരു പേടി വന്നിട്ടുണ്ടാവും ഇപ്പോൾ. So when Krishna appeared as the son of Vasudeva and Devaki, he first of all appeared as four-armed Narayana. But when he was requested by his parents, he transformed himself into an ordinary child in appearance. Okay? അതായത് തൻ്റെ അച്ഛനന്മാരും അപേക്ഷിച്ച കാരണമാണ് ഒരു സാധാരണ കുട്ടിയായിട്ട് അവിടെ ട്രാൻസ്ഫോം ആയത്. Similarly, Krishna knew that Arjuna was not interested in seeing a four-handed form. But since Arjuna asked to see this four-handed form, Krishna also showed him this form again and then showed himself in his two-handed form. Arjunante അപേക്ഷ പ്രകാരമാണ് 400 ഫോമിലും പിന്നീട് 200 ഫോമിലും പരിവർത്തനം ചെയ്തത്. The word Saumya Vapu is very significant. Saumya is a very beautiful form. It is known as the most beautiful form. When he was present, everyone was attracted simply by Krishna's form. Because Krishna is the director of the universe, he just banished the fear of Arjuna, his devotee, and showed him again his beautiful form of Krishna. Arjunan Bhagavante Shuddha Bhaktanam
ഒരു സുഹൃത്തുമായതുകൊണ്ടാണ് ഭഗവാൻ എന്താണോ അർജുനൻ ആഗ്രഹിക്കുന്നത് അത് പ്രകാരം എന്തിനാ പോയി ഞാൻ എൻ്റെ ഞാൻ ഡു യു ഹാവ് എനി ക്വാളിഫിക്കേഷൻ ചോദിച്ചു, ഒന്നും ചോദിച്ചില്ല. വിരാട് രൂപം സ്വയം എല്ലാം എന്താണ് അർജുനൻ ആഗ്രഹിക്കുന്നത് അത് പ്രകാരം ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. വിരാട് രൂപം കാണിച്ചു തരാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. നാരായണന്റെ ഫോം കാണിച്ചു കൊടുത്തു. തിരിച്ച് കൃഷ്ണ രൂപത്തിൽ വന്നു. കാരണം 2 ക്വാളിഫിക്കേഷനാണ് അർജുനുണ്ട്. ഒന്ന്, ഈസ് എ പ്യൂർ ഡിവോട്ടി. ഇറ്റ്സ് നോട്ട് ദിസ് ലൈഫ് ടൈം, ഫ്രം ടൈം ഇമ്മമോറിയൽ ദേ വെർ ടുഗദർ. നരനാരായണൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. അതായത് അർജുനൻ ചോദിക്കുകയാണ്, കൃഷ്ണൻ പറഞ്ഞു ഇതേ ഭഗവത്ഗീത ഉപദേശം ഞാൻ എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ അർജുനൻ ചോദിക്കണ്ടേ, എങ്ങനെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? അതായത് കോടി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേ ഭഗവത്ഗീത ഇപ്പൊ ഇത്രയും കാലമായിട്ടുള്ളൂ, എങ്ങനെയത് ഞാൻ മനസ്സിലാക്കുക? അപ്പോഴാ പറയുന്ന അർജുന, ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് ലീലകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. മത സ്മൃതി ജ്ഞാനം അപോഹനം. അപോഹനം ജീവാത്മാക്കൾക്ക് പറഞ്ഞില്ല. നമ്മളെല്ലാം മറക്കും. മറവി ഏറ്റവും വലിയ ബ്ലെസ്സിങ് എൻ്റെ അഭിപ്രായത്തില് മറവിയാണ്. ഏറ്റവും വലിയ, അതായത് എല്ലാം മറക്കണമെന്നല്ല പറയണേ, അതായത് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നമ്മളെ ഭഗവാൻ മറപ്പിക്കുന്നു. നല്ലത് എന്തുണ്ടോ അതെപ്പോഴും ഓർമ്മയിലും വരണം. നമ്മളെ കുറെ ജന്മങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂടിയിട്ടുണ്ട്, എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചിട്ട് നമുക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മ വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ് മറവിയെന്ന എൻ്റെ അഭിപ്രായം. അപ്പോൾ ഭഗവാൻ അത് പറയുന്നുണ്ട്, സ്മൃതി ജ്ഞാനം അപോഹനം, ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നതെന്നും പറയുന്നുണ്ട്. So in the Brahma Samhita 5.38 it is stated, Premanjanachurita Bhakti Vilochanena. Only a person whose eyes are smeared with the ointment of love can see the beautiful form of Vishnu. ആരുടെ കണ്ണുകളാണ് സ്നേഹത്തിന്റെ അഞ്ജനം എഴുതിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഭഗവാന്റെ ആ സൗന്ദര്യമുള്ള ശ്രീകൃഷ്ണ രൂപം കാണാൻ പറ്റും. ത്രിഭംഗ ലളിത ശ്യാമസുന്ദര രൂപം. അപ്പൊ അത് അർജുനന് ആണ് അതിന്റെ ഭാഗ്യം. കാരണം ഹി ഈസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. എല്ലാവരും മുമ്പിലുണ്ട് ഭഗവാൻ അതേ രൂപത്തില്, പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല ഇത് ഭഗവാനുണ്ട്. മനസ്സിലാക്കിയ ആൾക്കാരും മനസ്സിലായില്ല എന്ന് നടിച്ച് നടക്കുകയാണ്. ഇതാണ് ഭഗവാൻ. ഭഗവാന്റെ ആഗ്രഹപ്രകാരം, ഭഗവാന്റെ ആവശ്യപ്രകാരം യോഗമായ കട്ടൻ വന്നും പോയിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ചില അമ്പലത്തിലേക്ക് പോയാൽ ഇപ്പോ ബാങ്കെ ബിഹാരി ടെമ്പിൾ, അതേപോലെ അംബിക കൾനയില് ഗവർണത്തായി ഹൃദയ ചൈതന്യയുടെ ഗൗരദാസ് പണ്ഡിറ്റ് ആ ടെമ്പിളിൽ പോയാൽ കട്ടൻ പെട്ടെന്ന് വീണും കുറച്ച് കഴിഞ്ഞാൽ ഉയർത്തും, അത് ഞാൻ വീണ്ടും. എന്താണ് അവര് ചെയ്യുന്നത്? എന്തിനാണ് കട്ടൻ പെട്ടെന്ന് മൂടുന്നു? പെട്ടെന്ന് ഓരോ 2-3 നിമിഷം കൂടുമ്പോൾ അവർ കട്ടൻ അടയ്ക്കും തുറക്കും. എന്തിനാണത്? ഭഗവാൻ ഓടിപ്പോവാതിരിക്കാണ് പ്രഭുജി. ഭഗവാൻ ഓടിപ്പോവും, ഭക്തന്മാരോട് ഓടിപ്പോവും. അങ്ങനെ ഓടിപ്പോയിട്ടാണ് ഹൃദയ ചൈതന്യയുടെ ഹൃദയത്തിൽ പോയിട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്, ഹൃദയ ചൈതന്യ നിതായ്, ഗൗർനിതായ്. ഗൗരദാസ് പണ്ഡിത്തിന്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു സിനിമ പ്രഭു നിമായി. അപ്പോ ഗവർണറായി പറഞ്ഞു വിട്ടുപോവാൻ, അതായത് കഴിഞ്ഞ് കുറച്ച് ദിവസം നിന്നപ്പോ പോവാൻ പറ്റില്ല, കുറച്ച് നിൽക്കണം, പിന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ വളരെ വിഷമം, വിപ്രലംഭഭാവം. എന്താ ചെയ്യാ, വിട്ടുപോകാൻ പറ്റുന്നില്ല, അവർക്ക് സഹിക്കുന്നില്ല ഭഗവാന്റെ അഭാവം രണ്ടുപേരുടെയും ഗവർണറായി. അപ്പൊ ഒരു കാര്യം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു രണ്ടുപേരുടെയും രൂപം ഉണ്ടാക്കി കൊടുത്തു. ഡേറ്റീസ് അവർ രണ്ടുപേരുടെയും ഗവർണത്തായുടെ. ഓക്കെ, ഇത് നോൺ ഡിഫറെന്റ് ഫ്രം അസ്. ഗവർണത്തായി നോൺ ഡിഫറെന്റ് ആണ്. സോ യു സെർവ് ദം, ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് സെർവിങ് അസ്. എന്നിട്ട് അടയ്ക്കാം. അപ്പൊ ദേ ബോത്ത് ആർ സെയിം. അതായത് ഈ ഡേറ്റീസും
ഗൗർനിത്തായും റിയൽ ഗൗർനിത്തായും സെയിം ആണെന്ന് പറഞ്ഞപ്പോൾ ഗൗരദാസ് പണ്ഡിറ്റ് പറഞ്ഞു, സൂത്രം കാണിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഈ ഡേറ്റീസ് പൊക്കോട്ടെ. അതായത് ഗൗർനിത്തായി യു പ്ലീസ് റിമെയിൻ ഹിയർ. രണ്ടും അതായത് ഡേറ്റീസും ഗൗർനിത്തായി സെയിം ആണല്ലോ പറഞ്ഞു. ഡേറ്റീസ് പൊക്കോട്ടെ, നിങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ ശരി. അപ്പോൾ ഗൗരവത്തായി ഡേറ്റി ആയി, ഡേറ്റി ഗൗരവത്തായി അവർ പോകാൻ തുടങ്ങി. അപ്പോ എന്താ പറയാ, ഗൗരദാസ് പണ്ഡിറ്റ് വെയിറ്റ് അപ്പൊ നിങ്ങൾ വന്നോണ്ട് ഇവര് പൊക്കോട്ടെ. ഓക്കെ, അപ്പോ വീണ്ടും അത് മാറി. അതായത് ഡേറ്റീസ് ഗൗരവത്തായി ഡേറ്റി ആയി. വീണ്ടും അദ്ദേഹം ആ കൺഫ്യൂഷനായി. അല്ലല്ല നിങ്ങൾ ഇവിടെ നിൽക്കുമോ. അങ്ങനെ 3-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡേറ്റി, ഏതാണ് ഒറിജിനൽ ഏതാണ് ഡേറ്റി എന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ലീല ഉണ്ടായിരുന്നു. പിന്നെ കീർത്തൻ സമയത്ത് ഹൃദയ ചൈതന്യയുടെ, അതായത് അവിടെ ഇല്ല, കാണുന്നില്ല, ഗവർണത്തായി ഇല്ല ആൾട്ടറിൽ. അപ്പൊ അവിടെ നമുക്ക് ഭയങ്കര കീർത്തനം നടക്കുന്ന സമയത്ത് ഹൃദയ ചൈതന്യയുടെ അവിടെ കൂടെ ഡാൻസ് ചെയ്യാണ്. അപ്പോ ഗൗർദാസ് പണ്ഡിറ്റ് വടിയെടുത്ത് വരികയാണ്, പോയി അവിടെ ഇരിക്കാൻ. വടിയെടുത്ത് അപ്പൊ ആ സമയത്ത് നേരെ ഹൃദയചന്ദ്രന്റെ ഹൃദയത്തിലേക്ക് കയറി, പേടിച്ചിട്ട് അടി മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അവരുടെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ ഹൃദയം. അതുകൊണ്ട് അതിന് ശേഷം ഹൃദയ ചൈതന്യമായി. അങ്ങനെ ഒരുപാട് ലീലകൾ ഭഗവാൻ കളിക്കും. ഇതാണ് ഭഗവാനും തന്റെ ഭക്തന്മാരായിട്ടുള്ള ആ ഒരു ലീലകള്. ഇതൊന്നും നാരായണ രൂപത്തിൽ നടക്കില്ല. നടക്കുമോ? നടക്കില്ല. അപ്പൊ ഇതാണ് റെസിപ്രോക്കൽ ഡീലിംഗ് ഭഗവാനും തന്റെ ഭക്തന്മാരായിട്ടുള്ള. ഇത് ഈ ഭാവം ഏത് ഭാവത്തിനും, സഖ്യഭാവത്തിലായാലും ശരി, മാധുര്യഭാവത്തിലായാലും ശരി, വാത്സല്യഭാവത്തിലായാലും ശരി, ഇതെല്ലാം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രസങ്ങള്, രസതത്വങ്ങള് നമുക്ക് ഒരു ഇതിലും കാണില്ല. ഏറ്റവും ഹയസ്റ്റ് രസതത്വം ഗൗഡീയ വൈഷ്ണവം. മറ്റുള്ള വൈഷ്ണവ സമ്പ്രദായത്തിന് ഇത് കാണില്ല, ഐശ്വര്യഭാവം കാണുള്ളൂ. ഈ ഭാവം വളരെ കുറവാണ്. അതൊന്നും സാധാരണ ഭക്തന്മാർക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത തരത്തിലാണ്. ഓക്കെ, ഭഗവാന്റെ വളരെ നീച്ചി ഭാഷ, വളരെ ക്ലോസ് അസോസിയേറ്റ്സിന് നല്ല സഖ്യഭാവോ വാത്സല്യഭാവോ അല്ലെങ്കിൽ മാതൃഭാവമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇത് ആലോചിക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് മറ്റ് വൈഷ്ണവ സമ്പ്രദായങ്ങളിലെ ആൾക്കാർക്ക് ഈ ഹയർ തലത്തിലുള്ള ആ ഭാവത്തില് നമുക്ക് ഭഗവാനായിട്ട് റെസിപ്രോക്കൽ ഡീലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു കൂടിയില്ല. അവരെപ്പോഴും ഭഗവാനെ കാണുന്നത് ഐശ്വര്യഭാവത്തിലാണ്. അത് ചൈതന്യ മഹാപ്രഭു മാത്രമേ നമുക്ക് പറഞ്ഞു തന്നു. ദാറ്റ് ഇഫ് വി വാണ്ട് വി ക്യാൻ ഗോ ടു ദാറ്റ് ലെവൽ. ഗോപികമാരുടെ ആ മാധുര്യഭാവത്തിന് വരെ നമുക്ക് എത്താൻ പറ്റും. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ഗിഫ്റ്റ്, വിച്ച് നോ അതർ അവതാർ ഹാസ് ഗിവൻ, because he is avatari himself. Okay, so 51. Arjuna uvacha dreshtvedam manusham rupam tava saumyam janardhana idanim asmi samvritta sacheta prakritim gata. Arjuna uvacha dreshtvedam manusham rupam tava saumyam janardhana idanim asmi samvritta sacheta prakritim gata. रूपश्री माता जैन प्रभु. हरे कृष्ण प्रभुजी. अर्जुन उवाच दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीमस्मि संवृत्ता सचेता प्रकृतिं गता. हरे कृष्ण प्रभु. अर्जुन उवाच दृष्ट्वेदं मनुष्यं रूपं तव सौम्यं जनार्दन इदानीम् अस्मि संवृत्ता सचेता प्रकृतिं गतः. हरे कृष्ण प्रभु. कविता माता जी. हरे कृष्ण प्रभु. अर्जुन उवाच दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीम् अस्मि संवृत्ता सचेता प्रकृतिं गता. ट्रांसलेशन माता जी. हरे कृष्ण प्रभु जी.
കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷികാകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി. എന്റെ മനസ്സ് ശാന്തമായി. ഹരേഷ്. Very good. When Arjuna thus saw Krishna in his original form, Prabhupada clear-eyed agent in his original form. Manusham Rupa. Saumyam, beautiful. Janardana, chastisement. Okay. അപ്പോൾ പ്രഭാത പ്രത്യേകിച്ചിട്ട് ആ മാനുഷ്യം രൂപത്തിന് എന്താണ് ഒറിജിനൽ ഫോം. ദാറ്റ് ഈസ് ആക്ച്വൽ ഫോം ഓഫ് സുപ്രീം സ്റ്റാൻഡേർഡ് ഫോം. He said, "Oh Janardana, seeing this human-like form, so very beautiful, I am now composed in mind." എനിക്ക് വളരെ ശാന്തത എൻ്റെ മനസ്സിന്. And I am restored to my original nature. തിരിച്ച് ആ ഒരു പഴയ സ്റ്റാറ്റസിലേക്ക് അല്ലേ അതിൽ വന്നു. Here the word Manusham Rupa clearly indicates the supreme standard originally two-handed. ഇതാണ് പ്രഭാത പറയുന്നത്. മാനുഷ്യം രൂപം എന്ന ഒറിജിനലി two-handed ഫോം ആണ് ഇവിടെ പറയുന്നത്. Those who deride Krishna as if he were an ordinary person are shown here to be ignorant of his divine nature. If Krishna is like an ordinary human being, then how is it possible for him to show the universal form and again to show the four-handed Narayana form? സാധാരണ വ്യക്തിയാണെങ്കിൽ, സാധാരണ മനുഷ്യനാണെങ്കിൽ വിരാട് രൂപവും ചതുർഭുജ നാരായണ ഫോം ഒന്നും കാണിക്കാൻ പറ്റില്ല. So it is very clearly stated in Bhagavad Gita that one who thinks that Krishna is an ordinary person and who misguides the reader by claiming that it is the impersonal Brahman within Krishna speaking is doing the greatest injustice. പല ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരൻ എന്താണ്, it is not Krishna, the what do you call the Shakti within Krishna is exhibiting this. Krishna has no significance there. The power, the potency within Krishna is doing all this thing. അതാണ് ചില വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരൻ പറയുന്നത്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. Who misguide the reader by claiming that it is the impersonal Brahman, Dhammajyoti, within Krishna speaking, is doing the greatest injustice. അങ്ങനെ പറയുന്ന ആൾക്കാരെ അവരെന്താണ്, അനീതിയാണ് കാണിക്കുന്നത്. ഭഗവാനെ മാറ്റി വെച്ചിട്ട് ഭഗവാന്റെ ഉള്ളിൽ നിന്ന ഇമ്പേഴ്സണൽ ബ്രഹ്മണെല്ലാം ചെയ്യുന്നതും അവരുടെ വാദം തെറ്റാണ് എന്ന് പറയുന്നത്. Krishna has actually shown his universal form and his four-handed Vishnu form. So how can he be an ordinary human being? കൃഷ്ണൻ എന്നാണല്ലോ യൂണിവേഴ്സൽ ഫോം ഉണ്ടായത്, അതെന്നാണല്ലോ ഫോർ-ഹാൻഡഡ് ഫോം ആയത്, തിരിച്ച് കൃഷ്ണായി. സോ ഹൂ ഇസ് ഒറിജിനൽ? അതല്ലേ സ്ഥായി ഭാവം കൃഷ്ണ. സോ ആ കൃഷ്ണനെ സാധാരണ മനുഷ്യനായിട്ട് കാണുന്നത് നമ്മളുടെ അറിവില്ലായിരുന്നു. A pure devotee is not confused by misguiding commentaries on Bhagavad Gita because he knows what is what. The original verses of Bhagavad Gita are as clear as the sun. They do not require lamplight from foolish commentary. This hammering. The original verses of Bhagavad Gita are as clear as the sun. They do not require lamplight from foolish commentary. സൂര്യ ഭഗവാനെ വിളക്ക് കാണിക്കുന്ന അതുപോലെയാണ്. അതേപോലെ ഇവരുടെ ഫുളിഷ് കമന്റേറ്റേഴ്സ് പറയാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇനി 3 ശ്ലോകം എടുത്തു അല്ലേ? സോ എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ് സോ ഫാർ? അടിപൊളി പ്രഭു. So text 52 next class എടുക്കാം. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। हरि हरि बोल।